പഴയ മുസ്ഹഫ് ഖുർആൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. സൂക്ഷിക്കാൻ കഴിയാതെ വീട്ടിൽ പേജ് പൊറിഞ്ഞു പോകുന്നത്, അതുപോലെ കഷ്ണം പൊട്ടിപ്പോരുന്നത്, എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും നിയന്ത്രിക്കാൻ കഴിയാത്ത പൊട്ടിപ്പൊളിയുന്ന മുസ്ഹഫുകളൊക്കെ അത് കരിച്ചതിന് ശേഷം കത്തിച്ച് കരിച്ചതിന് ശേഷം അതിൻ്റെ ചാരം ആരും ചവിട്ടാത്ത, നജസാകാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി ഇടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഞാൻ പറയാതിരിക്കുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മുസ്ഹഫിലെ അക്ഷരങ്ങളൊക്കെ വെള്ളം കൊണ്ട് മായ്ച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള അക്ഷരങ്ങളാണെങ്കിൽ മുസ്ഹഫിലെ അക്ഷരങ്ങളൊക്കെ വെള്ളം ഉപയോഗിച്ച് മായ്ച്ച് കളഞ്ഞ മുസ്ഹഫ് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നതിനെ മാറ്റിയിട്ട് കഴുകിക്കളയണമെന്നാണ്. ആ വെള്ളം താഴെ വീഴാനോ അല്ലെങ്കിൽ അത് നൈസുള്ളെടുത്ത് ഒഴിക്കാനൊന്നും പാടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കിട്ടുന്ന മുസ്ഹഫിലെ അക്ഷരങ്ങളൊന്നും വെള്ളം കൊണ്ട് മായ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ആ മുസ്ഹഫ് കത്തിച്ച് കരിച്ചതിന് ശേഷം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സതിന് സമ്മതിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിയമം ഇങ്ങനെയാണ്. മുസ്ഹഫ് കത്തിച്ച് കരിച്ചതിന് ശേഷം. വേറെ നിർവാഹമില്ലാത്ത വേളയിലാണ് പറയുന്നത്. സൂക്ഷിക്കാൻ വേറെ നിർവാഹമില്ല. എത്ര നമ്മൾ സൂക്ഷിച്ചാലും ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയൂല. അതിൻ്റെ പൊടിയും കഷ്ണങ്ങളൊക്കെ അവിടെയും ഇവിടെയും പറഞ്ഞു പോകുന്ന, ആകെ പാറി പറക്കുന്നൊരു സാഹചര്യത്തിൽ മുസ്ഹഫ് കത്തിച്ച് അതിൻ്റെ ചാരം ആരും ചവിട്ടാത്ത, നജസാകാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി ഇടുകയാണ് വേണ്ടത്.